ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഗൈസ്, ഇപ്രാവശ്യത്തെ പെരുന്നാൾ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് ഞാൻ ഉണ്ടാക്കിയ ഒരു സർബത്തും അതേപോലെ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. സർബത്ത് കസ്റ്റേർഡ് സർബത്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് ജെല്ലി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 400 ml വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് ജെല്ലി പൗഡർ ആഡ് ചെയ്യുക, ഇൻസ്റ്റൻറ്റ് ജെല്ലി പൗഡർ. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് ഒരു 2 മണിക്കൂർ വെക്കണം. അപ്പോഴേക്കും അത് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്കത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബൗളിൽ ഒഴിച്ച് വയ്ക്കാം. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കൊടുക്കാം ഗസ്റ്റുകൾ വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഗസ്റ്റ് ഉണ്ട്, അപ്പുറത്തെ വീട്ടിലെ നിഖിലും ഫാമിലിയാണ്. അപ്പോൾ ഇനി ജെല്ലി റെഡി ആകുമ്പോഴേക്കിനും നമുക്ക് സാഗൂൺ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അത് സാഗൂൺ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഒരു 15 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അതൊരു 1/4 കപ്പ് സാഗൂൺ റൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് കസ്റ്റേർഡ് മിൽക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാല് ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തണുത്ത പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഈ പാലിലേക്ക് 1 ലിറ്റർ പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക, ഈ മിക്സ്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇത് കുറച്ചൊരു കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് മിൽക്ക് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇനി ഓഫ് ചെയ്യുക. എന്നിട്ട് തണുക്കാൻ വയ്ക്കുക. പിന്നെ തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി കുറുകിയിട്ട് സർബത്ത് അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും, നല്ല തണുത്ത കസ്റ്റേർഡ് മിൽക്ക് ആണെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് ജെല്ലി കട്ട് ചെയ്യുക. അതിലേക്ക് കുറച്ച് ചിയ സീഡ് സോക്ക് ചെയ്ത് ഇട്ട് കൊടുക്കുക, കസ്കസില്ലേ അത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ സാഗൂൺ റൈസ് വേവിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും നമ്മുടെ കസ്റ്റേർഡ് മിൽക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇത് നല്ല ചൂടുള്ള സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സർബത്താണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് ഇതിന് കുറച്ചും കൂടി വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി റിച്ചാക്കാം. അടിപൊളി കസ്റ്റേർഡ് സർബത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പുഡിങ്ങാണ്. സേമിയോ കൊണ്ടുള്ള ഒരു പുഡിങ്ങാണ്. നവാബി സെമായി എന്നാണ് ഇതിൻ്റെ ശരിക്കൊരു പേര്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് വെർമിസെല്ലി, നല്ല നൈസായിട്ടുള്ള വെർമിസെല്ലി എടുക്കുകയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. അത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ട് ഗോൾഡൻ കളർ ആവണ വരെ വറുത്ത് എടുക്കുക. ഇതിൽ വേണമെങ്കിൽ ഫുഡ് കളർ, ഒരു പിഞ്ച് ഓറഞ്ച് കളർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. ഞാനതൊന്നും ചേർത്തിട്ടില്ല. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് നമുക്ക് ഒരു പുഡിംഗ് ട്രേയിൽ വെച്ചിട്ട് ഒരു ലെയർ ഇട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഈ സേമിയയുടെ താഴത്തെ ലെയർ നന്നായിട്ട് ടൈറ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു കസ്റ്റേർഡ് ക്രീം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ലിറ്റർ പാല്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അത് നല്ലൊരു തിക്കായിട്ടുള്ള ക്രീമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്
ഒരു ഹാഫ് ടിന്ന് നമുക്ക് അതിലിട്ട് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീമായി കിട്ടണവരെ ഇത് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്രീം ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുനാഫല്ലേ അതിൻ്റെ ഒരു അപരനാണെന്ന് പറയാം. ശരിക്കും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ സേമിയ പായസമോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും, പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ക്രീം ഇട്ടു. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച സേമിയ വീണ്ടും ഇട്ട് കൊടുക്കണം. ഇത് വല്ലാതെ പ്രസ് ചെയ്ത് കൊടുക്കരുത്. ഇത് എല്ലായിടത്തും ഒരുപോലെ ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ചൂടോട് കൂടിയിട്ട് ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നട്ട്സോ അല്ലെങ്കിൽ നല്ല ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സർബത്തും ഡെസേർട്ടൊക്കെ കഴിക്കാൻ റെഡി ആയിട്ട് ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പെരുന്നാൾക്ക് ഫുഡ് ഉണ്ടാക്കിയത് ബിരിയാണിയാണ്, മീൻ ബിരിയാണി, പിന്നെ ബീഫ് റോസ്റ്റ്, പിന്നെ പുഡിങ്ങും നമ്മുടെ കസ്റ്റേർഡ് സർബത്തും. അപ്പോൾ നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ട്. നമ്മളെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിഖിലും ഫാമിലിയാണ്. ഞങ്ങൾ കംപ്ലീറ്റ് ലോക്ക്ഡൗണിലാണ് ഒമാനിൽ. ഇവിടെ 4-5 ദിവസം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പം എന്നാലും നമ്മൾ പെരുന്നാൾ സന്തോഷത്തോടു കൂടിയിട്ട് ആഘോഷിക്കുകയാണ്. ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരേക്കും. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ.